ഹായ് ഹലോ, ഇന്നൊരു സൂപ്പർ ടേസ്റ്റിലുള്ള ഹണി കേക്കിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അതിനുശേഷം ഒരു പാനിലേക്ക് 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/4 കപ്പ് തേനുണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 3/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഈ കളറൊക്കെ ഇതുപോലെ ചേഞ്ചായി കിട്ടും കേട്ടോ. ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇനി ഇത് ചൂടാറും തോറും കട്ടിയായി തുടങ്ങും. ഇനി നമുക്കൊരു 5 മുട്ടയുടെ വെള്ളയും മഞ്ഞൊന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് വെള്ളം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മുട്ടയുടെ വെള്ളമൊക്കെ നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മുട്ടയുടെ മഞ്ഞ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേനിൻ്റെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ഫ്ലോറ് ചേർത്ത് കൊടുക്കുക. ഫ്ലോറ് ഓരോ ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മൾ മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്ത് വെച്ചല്ലോ അതും ചേർത്ത് കൊടുക്കുക. അങ്ങനത്തെ ഓരോ ബാച്ചായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ കറക്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊരു 150 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 35 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് 1 കപ്പോളം വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ക്രീമൊക്കെ സ്റ്റിഫ് ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അങ്ങനെ ക്രീമൊക്കെ റെഡി ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് കേക്കിനെ 3ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് ക്രീമൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു കേക്കിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മേലെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ കേക്കിനെ ഫുള്ളായി കവറാക്കുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ഹണി കേക്കിൻ്റെ റെസിപ്പിയാണ്. സാധാരണ ഹണി കേക്ക് നമ്മൾ കുഴച്ച് മാവൊക്കെ ഉണ്ടാക്കിയിട്ടാണല്ലോ ഉണ്ടാക്കുക. അതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബും ഒക്കെ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.